എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മുത്തശ്ശിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നയനയ്ക്ക് ആ പടര് വെപ്രാളം വിഷമമൊക്കെ ഉണ്ട്. ദൈവമേ, കള്ളത്തരം അങ്ങനെ കണ്ടുപിടിച്ചാൽ തീർന്നു. താനും അമ്മയും തമ്മിൽ ഇത്ര സമയം സന്തോഷത്തോടു കൂടി എവിടെയും സംസാരിച്ചെന്നറിഞ്ഞ അതോടുകൂടി കള്ളത്തരങ്ങളൊക്കെ പുറത്തരും. പിന്നീട് മുത്തശ്ശി ചോദിച്ച ചോദ്യങ്ങളൊക്കെ വളരെ വിദഗ്ധമായിട്ടാണ് നയന മറുപടിയൊക്കെ പറയണേ. അതിനുശേഷം മുത്തശ്ശി പറഞ്ഞു, എന്റെ മോളെ, ഇപ്പൊ ഈ അവള് കാണിച്ച സ്നേഹം ഉണ്ടല്ലോ ദേവേനി, അത് സത്യമായിട്ടുള്ളതായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേന്ന് ചോദിക്കുക. ഈ കുടുംബത്തിൽ എന്തെങ്കിൽ എന്ത് സന്തോഷം വന്നേനം എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോ നയന പറഞ്ഞു, അത് ശരിയാന്ന് പറയണം. സാരമില്ല മോളെ, നീ കാത്തിരിക്കുക. അധികം വൈകാതെ തന്നെ ദേവേനെ നിന്നെ തിരിച്ചറിയും. അങ്ങനെ ഒരു ദിവസത്തിനായിട്ട് കാത്തിരിക്കാൻ പറയണം. ഇത് കേട്ടപ്പോ നയന പറഞ്ഞു, ശരി മുത്തശ്ശി, ആയിക്കോട്ടെ, എനിക്ക് കോലം വരയ്ക്കാണ്ട് ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നയനെ അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് നയന പോയി കോലം വരയ്ക്കുവാണ്. കോലം വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവേനെ അങ്ങോട്ടേക്ക് വരുന്നത്. ദേവേനെ വന്ന് നോക്കുമ്പോഴത്തേന് നയന കോലം വരയ്ക്കുന്ന കണ്ടു. അത് കണ്ടപ്പോൾ ദേവേനെ ഒരു നിമിഷം ഒന്ന് നോക്കിയെന്നു. ആദ്യം കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ഇവള് വന്നിട്ട് കോലം വരച്ചിവിടെ. പക്ഷെ അന്നത്തെ ദിവസം താൻ ഇവളെ ചീത്ത പറയുകയൊക്കെ ചെയ്തേ. പക്ഷേങ്കിൽ ആ കോലത്തിന്റെ മഹത്വം ഇപ്പോഴാണ് താൻ മനസ്സിലാക്കുന്നത്. ഇവളോട് തനിക്ക് എത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്നു. ഇത്രയും കാലം അതെല്ലാം താൻ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് തനിക്കതൊന്ന് പ്രകടിപ്പിക്കാനായിട്ട് പറ്റിയിരിക്കുന്നത്. പക്ഷെ അതിനുള്ള അവസരം ഇപ്പൊ കിട്ടുന്നുമില്ല. രണ്ടുപേരും കൂടെ സംസാരിക്കുന്ന ആ വേറെ ആരെങ്കിലും കണ്ട അതോടുകൂടി തീരും. അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് നയന ചോദിച്ചു, അമ്മ എന്താ അവിടെ നിൽക്കണേ, ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയണം. പിന്നീട് ദേവേനെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. നല്ല ഭംഗിയുണ്ട് മോള് കോലം വരയ്ക്കുന്നതാണ്, അത് ഞാൻ നോക്കി നിൽക്കുമായിരുന്നു പറയാം. പിന്നീട് നയനയും കൂടെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദേവേനെ പറഞ്ഞു, അതെ, നമുക്കിന്നത് പുറത്തു പോകാനോ നിൽക്കാം. പുറത്തു പോകാനോ? എന്തിന്? അത് നമുക്ക് നടക്കാൻ പോകാന്ന് പറയണം. നടക്കാനാ? എന്ത് പറ്റി? നടക്കാൻ പോകുന്ന ഇഷ്ടമില്ലേന്ന് ചോദിക്കാം. അത് പിന്നെ ഞാൻ അങ്ങനെ ഇപ്പം നടക്കാനൊന്നും പോകാറില്ലെന്ന് നയന പറയണം. നേരത്തെ ആദർശന്റെ കൂടെ പോവായിരുന്നു. ഇത് കേട്ടപ്പം ദേവേനി പറഞ്ഞു, അതെ, ഞാനും അതുപോലെ തന്നെ ജയേട്ടന്റെ കൂടെ ഇടയ്ക്ക് പോവായിരുന്നു നടക്കാനായിട്ട്. ഇപ്പൊ പോകാറൊന്നുമില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞു നടക്കുകയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മടിയായിരുന്നു. പക്ഷെ നമുക്ക് പോയാലും നിൽക്കാം. എന്റെ അമ്മേ, രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോകുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കണ്ട പിന്നെ അതോടുകൂടി പ്രശ്നം ഗുരുതരാവൂലേ, കള്ളത്തരം പിടിക്കപ്പെടില്ലേന്ന് ചോദിക്കും. അതിനെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോകണമെന്ന് ആര് പറയണു? ഒരു കാര്യം ചെയ്യാം, ഞാൻ ആദ്യം പുറകെ മോള് വന്നാൽ മതി എന്ന് പറയാം. അമ്മ ശരിയാകുമോ? ഒരു ശരിയാവാതിരിക്കത്തുമില്ല. ധൈര്യമായിട്ട് പോരെ, ഞാനല്ലേ പറയണേ. അങ്ങനെ നമുക്ക് കുറെ സമയം സംസാരിക്കുകയൊക്കെ ചെയ്യാം. ഈ വീട്ടിലാണെങ്കിൽ അതൊന്നും നടക്കില്ല എന്ന് പറയണം. അത് കേട്ട് ഇപ്പൊ നയനിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. എന്നാ ശരി, പോയേക്കാം. പിന്നെ ആദർശേട്ടൻ കാണാതെ വരാനായിട്ട് ഇനിയിപ്പൊ ഇന്ന് ആദർശേട്ടൻ വരുമെന്ന് തോന്നില്ലെന്ന് പറയാം. ദേവേനെ പറഞ്ഞു, അവൻ എഴുന്നേറ്റിട്ടില്ലോ. ഇല്ല, അങ്ങനെയാണെങ്കിൽ ഇന്ന് അവൻ നടക്കാൻ വരത്തില്ല എന്ന് പറയാം. നമുക്ക് ധൈര്യമായിട്ട് പോയിട്ട് വരാമെന്ന് പറയാം. പിന്നീട് രണ്ടുപേരും റെഡിയായിട്ട് അങ്ങോട്ട് പോവാണ്. അതിനുശേഷം നയന മുറിയിലേക്ക് വന്നു. മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദർശം നല്ല ഉറക്കമാണ്. രക്ഷപ്പെട്ടു. ആദർശൻ ഇപ്പൊ എഴുന്നേറ്റായിരുന്നെങ്കിൽ മിക്കവാറും തൻ്റെ കൂടെ നടക്കാൻ വന്നേനും. അത് പ്രശ്നമായി തീർന്നേനും. പിന്നീട് നടക്കാനുള്ള ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് നയന ശബ്ദം ഉണ്ടാക്കാതെ പോയി ഡ്രസ്സൊക്കെ മാറി ചേഞ്ച് ചെയ്ത് പുറത്തേക്ക് പോവാണ്. അങ്ങനെ ദേവേനയും നയനയും കൂടെ നടക്കുവാണ്. അങ്ങനെ നടന്നു കഴിയുമ്പോഴത്തേനും ദേവേനും ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ് നയനയോട്. പണ്ടത്തെ കാര്യങ്ങളെല്ലാം പറയാണ്. നയനോട് പറഞ്ഞു, ആദ്യമൊക്കെ എനിക്ക് മോളെ ഇഷ്ടമില്ലായിരുന്നു, അറിയാമായിരുന്നല്ലോ. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോമേ, ഞാൻ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന് അറിയാവോ. ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയാലോ എന്നൊക്കെ. പക്ഷെ ആ സമയത്ത് എൻ്റെ വീട്ടിലുള്ളവരെ കുറിച്ചൊക്കെ ചിന്തിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് സങ്കടം തോന്നിയോണ്ട് മാത്രം ഞാനവിടെ നിന്നേന്നൊക്കെ പറയാം. ദേവേന പറഞ്ഞു, അതിനൊക്കെയുള്ള ശിക്ഷ എനിക്ക് ദൈവം തമ്പുരാൻ തന്നില്ലേന്ന് ചോദിക്കാം. ഇങ്ങനെയൊന്നും പറയില്ലമ്മേന്ന് പറയണം. പിന്നീട് ദേവേന പറഞ്ഞു, ഇപ്പം നമ്മൾ രണ്ടുപേരും സെറ്റായ കാര്യം വീട്ടിലാർക്കും അറിയത്തില്ല. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, അമ്മയല്ലേ പറയണ്ടാന്ന്, അതുകൊണ്ട് മാത്രം ഞാൻ പറയായിരുന്നേ, അല്ല ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞാനെന്ന് പറയാം. ദേവേനെ പറഞ്ഞു, പറയാനുള്ള സമയമായിട്ടില്ല, നമ്മളിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല. പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അസൂയപ്പെടുത്തിയിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല എന്ന് പറയാം. അത് ശരിയാ, പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ കള്ളത്തരം എങ്ങാനും ആദർശനും അച്ഛനൊക്കെ കണ്ടുപിടിച്ചാലോ. ഇത് കേട്ടപ്പോൾ ദേവേനെ ഒന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞ ഒരു മാർഗമുണ്ട്. എന്ത്? ഞാൻ മോളോട് കുറച്ച് അടുപ്പങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങണമെന്ന് പറയാം. അതെങ്ങനെ ശരിയാവും? അതിനുള്ള എന്തൊരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് പറയാം. അങ്ങനെ ചെറിയ അടുപ്പൊക്കെ നിന്നോട് ഇച്ചിരിയൊക്കെ സ്നേഹം കാണിച്ച് വരുവാണെങ്കിൽ പിന്നെ അവർക്ക് സംശയങ്ങളൊന്നും തോന്നത്തില്ല. പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ട് സ്നേഹം കാണിക്കുമ്പോഴേ അവർക്ക് സംശയം തോന്നത്തുള്ളൂ. പതുക്കെ അവർക്ക് തോന്നണം എനിക്ക് മോളെ ഇഷ്ടമാന്നുള്ള കാര്യം. അങ്ങനെ ആക്കിയെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയണം. അതിന് മോളൊരു കാര്യം ചെയ്യണമെന്ന് പറയാം. എന്ത്? അതെ, ഒറ്റ ഒരു വഴിയുള്ളെന്ന് പറയാം. അമ്മ കാര്യം എന്താന്ന് വെച്ചാൽ പറ. ഞങ്ങൾക്ക് ഒരു പേരക്കുഞ്ഞിനെ തരണമെന്ന് പറയണം. കുഞ്ഞിനെയാ? ആ, എങ്ങനെയുണ്ട്? മോൻ്റെ ആദർശ് മോൻ്റെ ഒരു കുഞ്ഞ്. അങ്ങനെയാണ് കുഴപ്പമില്ല. കാരണം നീ പ്രഗ്നന്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പിന്നെ എനിക്ക് ഇത്തിരി സ്നേഹമൊക്കെ നിന്നോട് കൂടുതൽ തോന്നൂല്ലോ. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണല്ലോ. അപ്പൊ പിന്നെ അവർക്ക് സംശയമൊന്നും തോന്നത്തില്ല. പ്രഗ്നന്റ് ആയ മരുമോളെ അമ്മായിമ്മ നോക്കുന്നു,
സ്നേഹത്തോടു കൂടി നോക്കുന്നു. മനസ്സൊക്കെ മാറി വരുന്നു. അത്രേ അവർക്ക് തോന്നത്തുള്ളൂ. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ഐഡിയ കൊള്ളാം, പക്ഷെ അത് വർക്കൗട്ട് ആവണ്ടേന്ന് ചോദിക്കും. ആകുന്നേ, ഞാൻ പറഞ്ഞ മനസ്സിൽ വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇതേ കള്ളത്തരങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് നല്ല സ്നേഹിച്ച് മുന്നോട്ട് പോവാം. അല്ലെങ്കിൽ പിടിക്കപ്പെടുമോ എന്നൊരു ചിന്തയുമായിട്ട് വേണം ഓരോ ദിവസം മുന്നോട്ട് പോകാനെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ ഓക്കെയാ അമ്മ എന്നൊക്കെ പറയണം. അങ്ങനെ അവർ കുറച്ചു ദൂരം കൂടെ നടന്നു കഴിഞ്ഞിട്ട് ദേവേനെ പറഞ്ഞു, ഇനി നമുക്ക് കുറച്ച് സമയം ഇരിക്കാന്ന് പറയണം, മടുത്തെന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുകയാണ്. ആ സമയം രാവിലെ മുത്തശ്ശിയാണ് ചായയൊക്കെ ആയിട്ട് ആദർശിനെ മുറിയിലേക്ക് എഴുതുന്നത്. അങ്ങനെ ആദർശിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആദർശ് എഴുന്നേറ്റു. നയനെയാന്ന് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് മുത്തശ്ശി, ആഹാ മുത്തശ്ശിയോ, എന്താ ഞാൻ ചായയും കൊണ്ട് ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിക്കും. ഇഷ്ടപ്പെടായി ഒന്നുമില്ല. അല്ല അവളില്ലേ, നയന ഇവിടെ ഇല്ലേന്ന് ചോദിക്കും. അവള് പുറത്തു പോയിക്കാൻ നടക്കാൻ. അപ്പൊ അമ്മ ഇല്ലേന്ന് ചോദിക്കും. ദേ നിന്റെ അമ്മയും പോയെന്ന് പറയാം. രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയോ? ഒരുമിച്ചൊന്നും അല്ല, ആദ്യം അമ്മായിമ്മ പോയി, പിന്നാലെ മരുമോളും പോയെന്ന് പറയാം. ആഹാ, ഇത് പതിവില്ലാത്ത കാര്യമാണല്ലോ. അത് എന്നോടൊരു വാക്ക് പോലും പറയാതെ. അല്ല നടക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇന്നലെ അവൾ എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലോ മുത്തശ്ശി എന്ന് പറയണം. അത് ചിലപ്പം പറയാൻ മറന്നുപോയി കാണും. മോൻ രാവിലെ കടന്ന് ഉറങ്ങുമായിരുന്നില്ലേ? അല്ല അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അങ്ങനെ പോകാൻ വഴിയില്ലല്ലോ. ഒരുമിച്ചായിരിക്കും, രണ്ടുപേരും വേറെ വേറെ അല്ലേ പോയിരിക്കുന്നേ എന്ന് പറയണം. ഇത് കേട്ടതും ആദർശ് പറഞ്ഞു, എന്തോ എവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള പോലെ ആദർശിന് തോന്നുകയാണ്. ആ സമയം മുത്തശ്ശി പറഞ്ഞു, ദൈവമേ ഒരുമിച്ചായാൽ മതിയായിരുന്നു. അങ്ങനെയാണ് എന്ത് സന്തോഷമായിരുന്നില്ലേ മോനെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ കുടുംബത്തില് അവര് ശത്രുക്കളെ പോലെ കഴിയണേ. ശത്രുക്കളെ പോലെ നയനമോൾക്ക് ഇപ്പോഴും ദേവേനോട് ഇഷ്ടമാണ്, പക്ഷെ ദേവേനയ്ക്ക് അങ്ങനെയല്ലോ എന്ന് പറയണം. ആദർശ് പറഞ്ഞു, അത് ശരിയാ മുത്തശ്ശി, ഞാനും എന്നും പ്രാർത്ഥിക്കാറുണ്ട് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറണം, അമ്മ നയനയെ തിരിച്ചറിയണം, മരുമോളെ മോളായിട്ട് കണ്ട് സ്നേഹിക്കണം എന്നൊക്കെ. ഇത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, എൻ്റെയും പ്രാർത്ഥന അതാ. മോൻ്റെ മുത്തശ്ശൻ്റെ സ്വഭാവം അറിയാലോ. മുത്തശ്ശന് പെട്ടെന്ന് ആരുമായിട്ട് അങ്ങനെ അടുക്കുന്നൊരു സ്വഭാവമല്ല. പക്ഷെങ്കിൽ നയനമോള് വന്നതിന് ശേഷം മുത്തശ്ശൻ്റെ സ്വഭാവം നോക്കിക്കേ. മുത്തശ്ശൻ പെട്ടെന്ന് നയനമോളുമായിട്ട് അടുത്തേ. അതുപോലെ തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പറയുന്ന എനിക്ക് പോലും നയനമോളെന്ന് വെച്ചാൽ ജീവനാ. നീ കൊച്ചുമോനായിട്ടുണ്ടെങ്കിലും നിന്റെ മുത്തശ്ശനാണെങ്കിലും അതെ. നയനമോള് കഴിഞ്ഞിട്ട് ഇപ്പം ഈ കുടുംബത്തിൽ ആരും ഉള്ളൂ. മക്കളാണെങ്കിലും ശരി, മരുമക്കളാണെങ്കിലും ശരി, വേറെ ആരാണെങ്കിലും ശരി എന്ന് പറയണം. ആദർശ് പറഞ്ഞു, അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ മുത്തശ്ശി എന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ഇനിയിപ്പോൾ ദേവേനയും കൂടി ഓക്കെ ആവുകയാണെങ്കിൽ ഈ കുടുംബത്തിൽ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നയനമോളും ദേവേനയും കൂടെ ഒരുമിച്ച് നിൽക്കുവാണെങ്കിൽ ഈ കുടുംബത്തിൽ സന്തോഷം അലയടിക്കും. ഇവിടെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ പരിഹാരമാവുന്നൊക്കെ പറയാം. കാരണം ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശ് അത് ശരിയാന്ന് പറയണം. മുത്തശ്ശി ഒരു കാര്യം ചെയ്യാം, നീ ഒന്ന് ചെന്ന് നോക്ക്, എങ്ങനെ ഏതാണെന്നും അറിയത്തില്ലോ, വയ്യാത്തവരല്ലേ രണ്ടുപേരും എന്നൊക്കെ പറയണം. ശരി മുത്തശ്ശി, ഞാൻ പോവാന്നൊക്കെ പറയണം. പിന്നീട് നയനെ ദേവേനയും കൂടെ സംസാരിച്ച് അങ്ങനെ അവിടെ ഇരിക്കുവാണ്. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ആദർശം അങ്ങോട്ടേക്ക് വരുന്നത്. പെട്ടെന്നാണ് നയനെ ആ കാഴ്ച കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നയനെ പെട്ടെന്ന് ദേവേനോട് പറഞ്ഞു, അതേ അമ്മേ ആദർശേട്ടൻ വരുന്നുണ്ടെന്ന് പറയണം. അയ്യോ മോളെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, ഞാൻ പതുക്കെ നൈസായിട്ട് ഇതിലൂടെ ഞങ്ങൾ പോയിക്കോളാം, അമ്മ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറയണം. അല്ല മോളെ നീ അതൊന്നും കുഴപ്പമില്ല, ഞാൻ പോയിക്കോളാം, എൻ്റെ കാര്യം അന്വേഷിക്കേണ്ടമ്മ, തൽക്കാലം പിടി കൊടുക്കാതിരിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ദേവേനെ അവസാനം ആദർശിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ആദർശപ്പം ചോദിച്ചു, അല്ല നയന എന്തിയെന്ന് ചോദിക്കുക. നയനയോ? ഞാനിങ്ങ അവളെ കണ്ടില്ല എന്ന് പറയാം. അല്ല അവൾ ഇങ്ങോട്ട് നടക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ടെങ്ങും നടക്കാൻ വന്നിട്ടില്ല. ഇങ്ങോട്ട് നടക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കാണണ്ടല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടപ്പം ആദർശ് പറഞ്ഞു, മുത്തശ്ശിയാ പറഞ്ഞു ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്. എടാ ഇവിടെ എങ്ങും ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ ഞാൻ നടക്കാൻ വരുമ്പോൾ ഞാൻ എന്തിനാ അവളെയും കൂട്ടിക്കൊണ്ട് വരുന്നത്? അതിന്റെ കാര്യം എന്താന്ന് ചോദിക്കും. ഇതേ അമ്മേ അതുകൊണ്ട് ഞാൻ ചോദിച്ചല്ല എന്ന് പറയണ. അമ്മയ്ക്ക് നടക്കാൻ വേണ്ട സമയത്ത് എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ? അമ്മയ്ക്ക് വയ്യായിക ഉള്ളെന്ന് അറിയാവുന്നല്ലേന്ന് ചോദിക്കും. അതിനിപ്പോൾ എന്താ കുഴപ്പം? എനിക്ക് വേറൊരു പ്രശ്നമില്ലെന്ന് പറയണം. പിന്നെ അമ്മയ്ക്ക് ഇതൊക്കെ പറയാം, പക്ഷെ അമ്മയ്ക്ക് അമ്മയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ മക്കളെല്ലാം നോക്കണ്ടേന്ന് ചോദിക്കും. അതെ അതെ, ഇനിയിപ്പോൾ അത് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയണം. പിന്നീട് ദേവേന പറഞ്ഞു, അല്ല അവൾ ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞിട്ട് നീ അവളെ കണ്ടോന്ന് ചോദിക്കുക. കണ്ടെങ്കിൽ പിന്നെ അമ്മയോട് ചോദിക്കേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കുക. ഞാനോടത്ത് ഇനിയിപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭാര്യനെ അങ്ങോട്ട് മാറ്റി നിർത്തിയാണെന്ന് പറയാൻ പറ്റില്ലോ, അതുകൊണ്ട് ചോദിച്ചാന്ന് പറയും. എൻ്റെ അമ്മേ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം. പിന്നീട് ദേവേനു പറഞ്ഞാൽ ഞാൻ പോട്ടേന്ന് ചോദിക്കുക. അതെന്ത് പോക്കാ പോകുന്നേ, നമുക്ക് ഒരുമിച്ച് പോകാന്ന് പറയണം. ഞാൻ 2-3 റൗണ്ടായി, ഇപ്പൊ തന്നെ മടുത്തെന്ന് പറയാം. അതൊന്നും സാരമില്ല, അമ്മ ഇവിടെ നിൽക്കേ, അല്ലെങ്കിൽ എൻ്റെ ഒപ്പം നടക്കുക, നമുക്ക് ഒരുമിച്ച് പോയാൽ മതി, അമ്മയെ തന്നെ ഞാൻ വിടത്തില്ലെന്ന് പറയാം. ദേവേനി പെട്ടു. ഇപ്പൊ പോവാണെങ്കിൽ നയനയോടൊപ്പം പോകാലോന്ന് ഓർത്ത് ദേവേനി പറഞ്ഞതാണ്. ദേവേനിക്ക് മനസ്സിലായി ഇനി പോയിട്ടുണ്ടെങ്കിൽ ഇവന് സംശയങ്ങളൊക്കെ തോന്നുന്നു. പിന്നീട് ദേവേനി പറഞ്ഞു, എന്നാ ശരി വാ നമുക്ക് നടക്കാന്ന് പറഞ്ഞ് അവരങ്ങനെ നടക്കുവാണ്. അങ്ങനെ കുറച്ചു ദൂരം ചെന്നിട്ടും അവരുടെ നടന്നിട്ടൊന്നും നയനയെ കാണുന്നില്ല. അപ്പൊ ആദർശം ഓർത്തു, എന്നാലും ഇത് എവിടെ പോയി? അവൾ ഇങ്ങോട്ടൊന്നും ആയിരിക്കലടാ വന്നിരിക്കുന്നത്. ഇനിയിപ്പോ വന്നാൽ പോലും അവൾ എന്നെ കണ്ടുകഴിയുമ്പത്തിനും പോകത്തുള്ളൂ, അല്ലെങ്കിൽ അവളെ കണ്ടാൽ ഞാൻ ഇവിടുന്ന് മുങ്ങത്തുള്ളൂ. എനിക്ക് അവളുടെ മുഖം കാണുന്ന പോലും ഇഷ്ടമില്ല എന്ന് പറയാം. എന്താ അമ്മേ, അവൾ അമ്മ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല, പാവം എന്നൊക്കെ ആദർശ് പറയാണ്. അതെ
നിന്റെ ഭാര്യ പാവമായിരിക്കും, അത് നിനക്ക്, പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു ദേവേനും വലിയ ഡയലോഗ്സ് ഒക്കെ വിടുവാണ്. അതിനുശേഷം അവർ വീട്ടിലേക്ക് പോരുക. അപ്പം തിരിച്ചു പോരുമ്പോൾ കാറിലാണ് പോരുന്നത്. ഒക്കെ പോരുന്ന സമയത്ത് ദേവേനെ അവിടെയൊക്കെ നോക്കുന്നുണ്ട്. അപ്പം നയനെ കണ്ടില്ല. അതിന് കാറിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറച്ച് ദൂരം വന്നു കഴിഞ്ഞപ്പോഴത്തേനും നയന നടന്നു വരുന്നു പോകുന്നുണ്ട്. ആദർശ് നയനയല്ലേന്ന് ചോദിക്കണം. ദേവേനെ വെച്ച് നയനയോ, അത് അവളാണോ എന്ന് ചോദിക്കണം. എന്താ അമ്മയ്ക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേന്ന് ചോദിക്കോ. ഓ അവളല്ലേ എന്നൊക്കെ പറയണം. അങ്ങനെ കാർ നയന എടുത്ത് വന്നപ്പോഴത്തേനും ആദർശ് കയറാൻ പറയണം. ഈ സമയം നയന കയറാൻ നിൽക്കുകയാണ്. നിന്നോട് കയറാൻ പറഞ്ഞിട്ടോ? അല്ല അത് പിന്നെ ഞാൻ ഇതേപോലെ ദേവേനെ പറഞ്ഞു. ഓ ഞാനിരിക്കുന്നോണ്ടായിരിക്കും ഇനിയിപ്പോൾ തമ്പുരാട്ടിക്ക് ബുദ്ധിമുട്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് മാറി കൊടുത്തേക്കാന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു വേണ്ട അമ്മ മാറുമൊന്നും വേണ്ട, അമ്മ അവിടെ തന്നെ ഇരുന്നാൽ മതി എന്ന് പറയാം. ആദർശ് പറഞ്ഞു അതെ നീ ഇങ്ങോട്ട് കയറുന്നു പറയണം. അങ്ങനെ അവസാനം നയനെ കയറി കഴിഞ്ഞപ്പോഴത്തേനും ദേവേനെ പറഞ്ഞു അല്ല നീ ഇതിലൂടെ നടക്കാൻ പോയെന്ന് പറഞ്ഞേ. കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു അത് ശരിയാ, നീ എന്താ ഇതിലൂടെ നടന്ന നയനെ? അത് പിന്നെ അങ്ങോട്ടേക്ക് നടക്കാൻ പോയതാ. അവിടെ ചെന്നപ്പോൾ അമ്മേനെ കണ്ടു. പിന്നെ ഞാനും കൂടി ചെല്ലുന്ന അമ്മയ്ക്ക് ഇഷ്ടമില്ലോ എന്നോർത്തോണ്ട് ഞാൻ ഇതിലൂടെ നടന്നേന്ന് പറയാം. ഇപ്പൊ തന്നെ നിന്റെ മുഖമൊക്കെ നന്നായിട്ട് വേർത്തിട്ടുണ്ടല്ലോ, ഇങ്ങോട്ട് നടക്കേണ്ട കാര്യം വല്ലതും ഉണ്ടായിരുന്നോ? നിനക്ക് അവിടെ നടന്നാൽ പോരായിരുന്നൊക്കെ ചോദിക്കാം. അതൊന്നും സാരില്ല ആദർശേട്ടാ, എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.